സംസ്ഥാന വികസന കുതിപ്പിൽ ഗൂഗിൾ പേ വഴി കൈക്കൂലി. GST ഇൻ്റലിജൻസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി മത്സരം. എല്ലാം ശരിയാക്കിയോ എന്ന് ജനങ്ങൾ. സർക്കാർ വകുപ്പുകളിൽ കൈക്കൂലിയുടെ കൂത്തരങ്ങെന്ന് വ്യാപക ആരോപണം. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി നൽകാതെ ഒരു ഫയലും തീർപ്പാകുന്നില്ല. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തി തുടർഭരണവും ലഭിച്ചു. കൈക്കൂലി ഇടപാടിന് ഒരു കുറവും ഇല്ലാതെ പടർന്ന് പന്തലിക്കുന്നതായി ആരോപണങ്ങൾ വ്യാപകമാണ്. മുഖ്യമന്ത്രി പലതവണ കർശന നിർദ്ദേശം നൽകിയിട്ടും ഫയൽ നീക്കം ഒച്ചിൻ്റെ വേഗതയിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതികൾ ഉയരുന്നു. പ്രധാനമായും ജനങ്ങൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്ന റവന്യൂ, പഞ്ചായത്ത്, കൃഷി തുടങ്ങിയ അനവധി വകുപ്പുകളിൽ കൈക്കൂലി നിർബന്ധമാണെന്നും ആരോപണം ഉയരുന്നു. അപേക്ഷകരെ ഓഫീസിൽ വിളിച്ചു വരുത്തി ലളിതമായി ഭീഷണിപ്പെടുത്തിയാണ് ഇടനിലക്കാർ വഴി സന്തോഷപ്പണം ഒടുക്കിപ്പിക്കുന്നതെന്നും പൊതുജനങ്ങൾ പറയുന്നു. ഈ അടുത്ത കാലത്ത് പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിൽ വീടിൻ്റെ പ്ലാൻ അനുമതിക്കായി 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നത് വിജിലൻസ് പിടികൂടിയത് വാർത്തയായതാണ്. മാത്രമല്ല, പാലക്കാട് തന്നെ എക്സൈസ്, റവന്യൂ, കൃഷി, ഗതാഗത വകുപ്പ് തുടങ്ങിയ നിരവധി വകുപ്പുകളിൽ വിജിലൻസ് അധികൃതർ കൈക്കൂലി കേസ് പിടിച്ചതും വാർത്തയായതാണ്. പ്രതിപക്ഷം ഈ ഭരണത്തിനെതിരെ വികസന മുരടിപ്പ് എന്നാരോപിക്കുമ്പോഴും കൈക്കൂലി വികസന മുരടിപ്പ് പറയുന്നില്ല. അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ട GST, ഇൻ്റലിജൻസ്, ED ഉന്നത ഉദ്യോഗസ്ഥർ വരെ കൈക്കൂലി കേസിൽ പെടുന്ന അവസ്ഥയാണ്. പൊതുജനങ്ങൾ കൈക്കൂലിക്കെതിരെ പ്രതിഷേധിച്ച് വില്ലേജ് ഓഫീസ് തീയിട്ടതും ഒരാൾ തൂങ്ങി മരിച്ചതും RTO ഓഫീസിൽ കൈക്കൂലി വാങ്ങാൻ വിസമ്മതിച്ചതിനാൽ കൂടെയുള്ളവരുടെ ശല്യം കാരണം ഒരു ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതും ഈ കേരളത്തിൽ തന്നെയാണ്. റവന്യൂ വകുപ്പ് മന്ത്രി ഭൂമി തരം മാറ്റുന്നതുൾപ്പെടെ വേഗത കൂട്ടാൻ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കുന്ന വാചാലനാവുമ്പോഴും ഫാം 5, 6, 7 അനുവദിച്ചു കിട്ടാൻ വർഷങ്ങൾ ആകുന്നതായി അനുഭവസ്ഥർ പരാതിപ്പെടുന്നു. ചിക്കിലിയും ചെമ്പും ഡെപ്പോസിറ്റ് ചെയ്യാതിരുന്നാൽ നെറ്റ്വർക്ക് പണിമുടക്കുമെന്നാണ് പറയുന്നത്. വർഷങ്ങളോളം നടന്ന് കാല് തേയുന്നതായും അവർ പറയുന്നു. പ്രതിഷേധിച്ചാൽ വിവിധ തടസ്സങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമെന്നും അവർ ആരോപിക്കുന്നു. അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല. ആയിരക്കണക്കിന് നല്ല ഉദ്യോഗസ്ഥർ എല്ലാ സർക്കാർ ഓഫീസുകളിലും കാണാൻ കഴിയും. ആവശ്യത്തിന് സർക്കാർ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടും സ്വത്തിനോടുള്ള ആർത്തി കാരണം കൈക്കൂലി വാങ്ങുന്നവരും ശമ്പളം കൊണ്ട് ഭാരിച്ച കുടുംബമായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ചെറിയ ഭാഗം ഉദ്യോഗസ്ഥർ സാമ്പത്തിക ശേഷിയുള്ള അപേക്ഷകരിൽ നിന്ന് മനസ്സറിഞ്ഞ് നൽകുന്ന ചെറിയ തുകകൾ സ്വീകരിക്കുന്നവരും ഉണ്ടെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളും ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. ജീവനക്കാരുടെ സംഘടനാ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കാനേ സർക്കാരിന് കഴിയുള്ളൂ. കുറ്റം ചെയ്യുന്നവരെ പേരിന് മാത്രം സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം രക്ഷിക്കലാണ് പതിവെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് സർക്കാർ ഓഫീസുകളിലെ കൈക്കൂലിക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല. കൈക്കൂലിക്കാർ ഭരണകക്ഷി സംഘടനയിൽ പെടുന്ന അതിനാൽ ഒരു മന്ത്രിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് സംഘടനകളെ ആശ്രയിക്കാതെ ഭരണത്തിലെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് സംഘടനാ നേതാക്കൾ വാദിക്കുന്നത്. ഈ നിലപാട് തുടരുന്നതുവരെ കൈക്കൂലി വികസനം പൂർവാധിക്യം ശക്തമായി മുന്നോട്ട് പോകുമെന്നും പൊതുജനങ്ങൾ വിലയിരുത്തുന്നു. കൈക്കൂലി കേസുമായി ഗുരുതര തെറ്റുകൾ കണ്ടെത്തുന്നതിനെ തുടർന്ന് 112 മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശയുമായി വിജിലൻസ്. 72 പേർക്കെതിരെ വകുപ്പുതല നടപടിക്കും ഗുരുതര ക്രമക്കേടുകൾ നടത്തിയ 40 പേർക്കെതിരെ തുടരന്വേഷണത്തിനും വിജിലൻസ് സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതിൻ്റെ ഭൂരിഭാഗം ക്യാമറകളും പ്രവർത്തനരഹിതമായിരുന്നു. ഇവ പ്രവർത്തനമാക്കാൻ നടപടി സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക്
ശുപാർശ നൽകാനും വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നു. കൈക്കൂലി സംസ്ഥാനത്ത് വ്യാപകമാണെന്നതിൻ്റെ അവസാനത്തെ തെളിവാണ് ഈ വിജിലൻസിൻ്റെ ശുപാർശ എന്ന് വേണം കരുതാൻ. ബെവ്കോ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ തുക ബോണസ് നൽകി എക്സൈസ് വകുപ്പ് റെക്കോർഡ് കരസ്ഥമാക്കി. കേരള സംസ്ഥാനത്ത് അനേക വർഷങ്ങളായി തൊഴിലാളികളുടെ ബോണസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന തൊഴിൽ വകുപ്പിനെ പിന്തള്ളിയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ അത്ഭുതകരമായ എല്ലാവരെയും ഞെട്ടിക്കുന്ന തീരുമാനമുണ്ടായത്. ബെവ്കോ ജീവനക്കാർക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ ബോണസ് നൽകി റെക്കോർഡിട്ടത്. മുൻകാലങ്ങളിൽ ഓണക്കാലത്ത് സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും പ്രവർത്തിച്ചു വന്നിരുന്ന 10,000-കണക്കിന് ചെറുതും വലുതുമായ വ്യവസായശാലകളിൽ വിവിധ തൊഴിലാളി സംഘടനകൾ, പ്രധാനമായും കൂടുതൽ തൊഴിലാളി പാർട്ടി സംഘടനകൾ തൊഴിൽ വകുപ്പ് അധികൃതരുമായി ചർച്ചകൾ നടത്തിയും സമരങ്ങൾ സംഘടിപ്പിച്ചും സമരങ്ങൾ പ്രഖ്യാപിച്ചും മാസങ്ങളോളം 1 മാസത്തെ വേതനം അനുവദിച്ചു കിട്ടാൻ പെടാപ്പാടുപെടുന്നത് കേരള ജനത കണ്ടതാണ്. അതേ കേരള സംസ്ഥാനത്തിലാണ് തൊഴിലാളി പാർട്ടി ഭരിക്കുന്ന ഭരണത്തിൽ ഒരു എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഞെട്ടിക്കുന്ന തീരുമാനം വരുന്നത് എന്ന് ജനങ്ങൾ ചർച്ച ചെയ്തു വരികയാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ ബോണസിന് അർഹരായ ബെവ്കോ ജീവനക്കാരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്രോതസ്സും സ്വത്ത് സമ്പാദ്യവും വരുമാനവും ആരും പരിശോധിക്കുന്നില്ല. മറ്റ് എല്ലാ വകുപ്പുകളിലും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ബോണസും താരതമ്യം ചെയ്യപ്പെടുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നു. ബെവ്കോ ജീവനക്കാരുടെ അധ്വാനത്തിൻ്റെ അളവും പരിശോധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള വ്യവസായശാലകൾ 24 മണിക്കൂർ 3 ഷിഫ്റ്റിൽ പ്രവർത്തിച്ചിട്ടും തൊഴിലാളികൾക്ക് തുച്ഛമായ ബോണസാണ് നൽകുന്നത്. 30 കൊല്ലം ജോലി ചെയ്ത് റിട്ടയർ ചെയ്യുന്നവർക്ക് മാസം കേവലം 1200 രൂപയിൽ കുറവാണ് EPF പെൻഷൻ നൽകുന്നത് എന്നും വിരമിച്ച തൊഴിലാളികൾ പറയുന്നു. 1 ലക്ഷത്തിൽ കൂടുതൽ ബോണസ് നൽകുന്നത് ബെവ്കോവിൻ്റെ ആയിരക്കണക്കിന് കോടികൾ ലാഭം ഉള്ളതുകൊണ്ടാണെന്ന് ഉന്നതർ ന്യായീകരിക്കുന്നു. എന്നാൽ മദ്യപ്രേമികളായ ഉപഭോക്താക്കളെ കൊള്ളയടിച്ച് പിടിച്ചുപറിച്ച് നടത്തി ഉണ്ടാക്കുന്ന ലാഭത്തിന് ചൂണ്ടിക്കാട്ടുന്നു. ഇത് ന്യായീകരിക്കാൻ ആവില്ല എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായം. അതേസമയം നമ്മുടെ സംസ്ഥാനത്തിലെ ബെവ്കോ മദ്യഷാപ്പിനേക്കാൾ ആയിരക്കണക്കിന് സർക്കാർ ടാസ്മാക് മദ്യക്കടകൾ ഉണ്ടായിട്ടും തമിഴ്നാട്ടിൽ വർഷത്തിൽ സർക്കാർ മദ്യഷാപ്പ് ജീവനക്കാർക്ക് 16,800 രൂപ മാത്രമാണ് ബോണസ് നൽകി വരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പോലെ തൊഴിലാളി പ്രേമം കാണിക്കുന്നില്ല. നമ്മുടെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും സാമ്പത്തികം ഭദ്രമാണെന്നാണ് ന്യായീകരിച്ചു വരുന്നത്. തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും സർക്കാർ മദ്യഷാപ്പുകളിൽ വെച്ച് മദ്യം കഴിക്കാൻ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ കേരളത്തിൽ ബാറുകാരെ സഹായിക്കാൻ മാത്രം ആ സംവിധാനം വേണ്ടെന്ന് വെച്ചെന്നും മദ്യ ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു. കേരളത്തെ ഞെട്ടിക്കാനുള്ള വാർത്ത വരുന്നുണ്ട്. CPIM അധികം കളിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വേട്ടയാടുന്നു. CPMകാർ അധികം കളിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPക്കാർ കണ്ടോൺമെൻറ് ഹൗസിന് മുന്നിൽ കെട്ടിയിട്ട കാളയെ കളയരുതെന്നും അതുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊള്ളാനും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിന് വലിയ താമസമില്ല, തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ എന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ അങ്ങോട്ട് ലൈംഗിക ആരോപണ കേസുകൾ ഉണ്ടായപ്പോൾ ഹൃദയവേദനയോടെ സഹപ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തു. മറ്റൊരു പാർട്ടിയും അതിന് മുതിർന്നില്ല. സ്ത്രീകളുടെ അഭിമാനം സൂക്ഷിക്കാനാണെന്ന് ആ നടപടി എടുത്തതെന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ നടപടിയെ ആദരവോടെ കാണും. കേരള രാഷ്ട്രീയം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു തീരുമാനമാണോ ആകുമെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ലൈംഗിക ആരോപണ കേസിൽ പ്രതികളായ മന്ത്രിമാരെ ആദ്യം പുറത്താക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും റേപ്പ് കേസ് പ്രതി അവിടെ ഉണ്ടെന്നും പറഞ്ഞു. കേരളത്തിലെ CPM നേതാക്കൾക്ക് രാജേഷ് കൃഷ്ണ ഹവാല പണം കൊടുത്തിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. അതിനൊന്നും ചർച്ചയില്ല.
അതെല്ലാം മറച്ചുവെച്ചു. CPM നടത്തുന്ന പ്രതിഷേധം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഓണത്തിനും ടോൾ പിരിവ് വേണ്ടെന്ന് ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം തള്ളി. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം തള്ളി ഹൈക്കോടതി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിവ് പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സർവീസ് റോഡ് നന്നാക്കിയെന്ന NHAIയുടെ ന്യായീകരണം തള്ളിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് ടോൾ പിരിവ് അനുമതി ആവശ്യം തള്ളിയത്. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ, ഞങ്ങൾക്ക് ഭയമില്ലെന്ന് MP ഗോവിന്ദൻ. കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ടെന്ന വി ഡി സതീശൻ്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലാണെന്നും CPMന് ഒരു ഭയമില്ലെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ നിരപരാധിത്വം തെളിയിക്കണം, വ്യക്തത വരുത്താതെ തുടർ പരിഗണന ഇല്ലെന്ന് AICC. വിവിധ ആക്ഷേപങ്ങളിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിൽ നിന്ന് വ്യക്തമായ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. രാഹുലിന്റെ നിരപരാധിത്വം തെളിയിച്ചാൽ തിരിച്ചു വരാമെന്നും വി ഡി സതീശൻ പറഞ്ഞു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് രാഹുൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. പൊതുമധ്യത്തിൽ രാഹുൽ തൻ്റെ കാര്യം വിശദീകരിക്കട്ടെ എന്ന് നേതാക്കളും. നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നും നേതാക്കളും UDFും തീരുമാനിച്ചതായും പറയുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നിയമിക്കുന്നതിലെ വിവാദത്തിന് പുറകെയാണ് ഇപ്പോൾ എല്ലാവരും. രാഹുലിൻ്റെ രാജി വേണമെന്ന് CPM ശക്തമാക്കുന്നില്ല. ബൈ ഇലക്ഷൻ വന്നാൽ BJPക്ക് ഗുണമുണ്ടാകും, അതിന് അനുവദിക്കരുതെന്നും ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും ശക്തമാണെന്നും കണ്ടെത്തൽ.